നമ്മുടെ ഓഡിയോ നൽകാതെ എന്റെ പേര് പത്തനംതിട്ടയാണ് സ്വദേശം. ഞാൻ ഈ ക്യാരക്ടറെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം, കാരണം എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോറിയിലേക്ക് കണക്ട് ആകും. സോ ദാറ്റ് പ്രിൻസ് എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഒരു ഓർഫനേജിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ ഒരാളുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു അന്വേഷണ കഥയാണ് ഈ ഒരു സിനിമ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോ അതിൽ കൂടുതൽ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കി സിനിമ റിലീസ് ആകുമ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മതി. ഓക്കെ. ഓൾറെഡി ചെറിയ പറഞ്ഞു. സുരേഷിന്റെ ലേഡി ക്യാരക്ടർ ചെയ്യുന്ന കുഞ്ഞിയാണ്. ഒരു സൈബർ ഓഫീസറായിട്ട് സൈബർ ഓഫീസറായിട്ട് ചെയ്യുന്ന കുഞ്ഞാണ്. അശ്വരായിട്ടാണ് കംപ്ലീറ്റ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രെയിൻ ഉള്ളതാണ് ഈ ഫ്രണ്ട്സ് മിക്സ് ആകുമ്പോൾ DGP ഓൾറെഡി SP കേസിന് കൈമാറുന്നു. SP DSP രാമകൃഷ്ണൻ ജോസഫിന്റെ കേസ് കൈമാറുന്നുണ്ട്. ജോസഫ് ഓൾറെഡി രാമകൃഷ്ണൻ സൈബർ ഓഫീസർ രാമകൃഷ്ണനാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റാണ് ഈ പേരിന്റെ എങ്ങനെയാണ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് അറിയാമല്ലോ. ട്രാക്ക് എന്ന് പറഞ്ഞാൽ സംശയകരമായ പിന്തുടരുക, ഇങ്ങനെയുള്ള 1-2 പേരുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സ് മിക്സിംഗ് ആണ്. ഈ ഓസ്ട്രേലിയയിലെ കുട്ടികളാണ് DGP ചെയ്യുന്നത്. ഒരിക്കലും ഓസ്ട്രേലിയയിലെ കുട്ടികൾക്ക് DGP ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളിലും ഇത് മാറി പോകുന്നു. പലരെയും സംശയിക്കുന്നുണ്ട്. ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈബർ രാമകൃഷ്ണൻ അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് ഏകദേശം 3382 കോൺടാക്ട് ഉണ്ട്. അതിന് 7 പേര് സ്ഥിരം ഈ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യും. അത് ഓൾറെഡി രാമകൃഷ്ണൻ സാറാണ് ഇത് ചെയ്യുന്നത്. അവരുടെ കോൺടാക്ട് എടുത്ത് കൊടുക്കുന്നത് സൈബർ സെൽ ഓഫീസർ. അത് വെച്ചിട്ട് 7 പേരെയാണ് ഫസ്റ്റ് ഈ ക്രൈം ബ്രാഞ്ച് DOS ടീം പിന്തുടരുന്നത്. നോർമലി ചെയ്യുന്ന കഥാപാത്രം മുഴുവൻ ഡിഫറെന്റ് ആയിട്ട് ഒരു ക്രൈം ഓഫീസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറൊക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം? എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം ഇതുവരെ ഈ സാധാരണ ചായക്കടക്കാരന്റെ കുടിയുടെ ഒക്കെ വേഷമുണ്ട്. പക്ഷെ ഇത് ഒരു സൈബർ സെല്ലിന്റെ ഒരു ഓഫീസറായിട്ടാണ്. പക്ഷെ കീഴാണ് ഇതിൽ അതുപോലെ കീഴ കേസാണ്. ഓ അതിന് മാറ്റം നടത്തിയിട്ടില്ല. ഇവിടെ ജോലി കളഞ്ഞിട്ട് നിൽക്കുകയാണ്. ഓ ഇപ്പോഴുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇത് പറയാൻ എന്താ പറയുക, ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. പെണ്ണുങ്ങളാണ് ഇതിന്റെ ഹീറോയും വില്ലനും ഒക്കെ. പെണ്ണുങ്ങളുടെ ശരിക്കുള്ള മുഖം നമുക്ക് കാണാം. പെണ്ണുങ്ങളെ കുറ്റം പറയല്ല, പെണ്ണുങ്ങളോ ഇതൊരു പെണ്ണുങ്ങൾക്കുള്ള സിനിമയാണ്, സ്ത്രീകൾക്കുള്ള സിനിമയാണ്. അവർക്ക് ഇടയിലുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നം. എന്നോട് വളരെ സീനിയറായ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ഉള്ളതാ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ 100 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിൽ 92 പിടിക്കപ്പെടുന്നു. പുരുഷന്മാരാണ് പ്രതികളായിട്ടുള്ളത്. പക്ഷെ 100 500 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിൽ 1-2 കേസുകളിലാണ് പെണ്ണുങ്ങൾ പിടിക്കപ്പെടുന്നത്.
100 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അത് 90ലും ഒരു സ്ത്രീയുടെ ക്രൈമുണ്ട്, ഒരു പങ്കാളിത്തമുണ്ട്. പിന്നെ പോലീസുകാർ ചിലപ്പോൾ കണ്ണടച്ച് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും മാറ്റി വിടുന്നു, അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ ട്രാക്കിങ്ങും അത്രപോലെ കഥയാണ് പറയുന്നത്. കൊള്ളാം, നല്ല സിനിമയാണ്. ഇനി പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. നിങ്ങൾ ഓക്കെ, ഇതിലെ ഈ വേഷം എനിക്ക് തരാൻ വേണ്ടിയിട്ട് സന്മനസ് കാട്ടിയ ശ്രീകുമാറിനോട് നന്ദി പറയുന്നു, പ്രൊഡ്യൂസറും പിന്നെ എൻ്റെ കൂടെ ഒപ്പം സഹപ്രവർത്തകരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന് നന്ദി രേഖപ്പെടുത്താനുള്ള അവസരം നൽകുന്നത്. ഈ കഥാപാത്രത്തിന് എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലമ്പല പറയണം. പിന്നെ ഒരു ധൈര്യം വീടും കേസാണല്ലോ, ഞാൻ നോക്കാൻ വിചാരിച്ചു. കൊള്ളാം, നല്ല കഥാപാത്രം. ഒരു തയ്യാറെടുപ്പില്ല, അല്ലെങ്കിൽ പണ്ടുമില്ല, നമുക്ക് അങ്ങനെ തയ്യാറെടുപ്പൊന്നുമില്ല. കാര്യം നമ്മൾ അഭിനയിക്കില്ല, നമ്മൾ ലൈവാണ്. നാടകത്തിലാണ് അഭിനയം, സിനിമയിൽ അഭിനയില്ല. സിനിമയിൽ ലൈവ് തന്നെ വേണമെന്ന് ഉള്ളതിൻ്റെ ഗുരുനാഥന്മാരുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു മുൻകരുതലുമില്ല. നമ്മൾ ചിലപ്പോൾ പറയുന്നത് ഇതൊന്നും അങ്ങനെ തന്നെയല്ല. ഞാൻ ചെന്നതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. പിന്നെ എന്താണെന്ന് അറിയാം, ഒരു പുതിയ പാരന്റ് ഷർട്ടൊക്കെ കിട്ടി, അതാണ് അല്ലേ? ഓക്കെ, ഈ വേഷം ചേട്ടന് നേരത്തെ മനസ്സിൽ കണ്ടാണോ ഈ കഥാപാത്രം? മനസ്സിൽ നേരത്തെ കണ്ടില്ല, പക്ഷെ അങ്ങനെ എഴുതി വന്നപ്പോ കണ്ടുകൂടി. കാരണം സസ്പെൻഡിലായ ഒരു പോലീസ് ഓഫീസർ വേണമല്ലോ. അപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഹർഷേട്ടനാണ്. അങ്ങനെയാ ചേട്ടനെ വിളിച്ചത്. അതിന്റെ സംഭവം. പിന്നെ സംഭവം നമ്മളെ കാണാനുള്ള കാര്യം അങ്ങനെ തന്നെയാണ്. ഇതിന് രണ്ട് നല്ല പാട്ടുണ്ട്. ഞാൻ അവിടെ ലൊക്കേഷൻ കേട്ടോ, നല്ല പാട്ടുണ്ട്. അല്ല, ഇതിനൊരു എന്താ പറയുക, അതിനകത്തൊരു കഥയുണ്ട്. കഥയോടൊപ്പം തന്നെ കാര്യമുണ്ട്. പെണ്ണുങ്ങളുടെ പ്രശ്നമാണ് സംഭവം. പെണ്ണായ പെണ്ണുങ്ങൾ മൗനം പൂണ്ടിരിക്കുന്നു, പെരുവഴി പകലറിഞ്ഞു പെൺരോദനം കേഴുന്നു. പെണ്ണുങ്ങൾ പെരുവഴി കരയുമ്പോൾ മൗനം പൂണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾ. അത് തന്നെയാണ് മലയാള സിനിമയിലെ സ്ത്രീ സാന്നിധ്യം, സ്ത്രീ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം കുറവായിട്ടുള്ള ഒരു സിനിമകളാണ് പറയുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാറ്റി കിട്ടും. അയ്യോ, ഇത് മൊത്തം സ്ത്രീകളാണ്. പെണ്ണുങ്ങളാണെങ്കിൽ വൈകിയല്ലേ സെൻട്രൽ ക്യാരക്ടറും ഒക്കെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിതാരാജനൊക്കെ നന്നായിട്ട് അറിയില്ല. ഇപ്പം വന്ന കുട്ടികളായാലും നായികയായിട്ട് അഭിനയ കുട്ടി എന്നവർക്ക് വളരെ നന്നായിട്ട് അറിയില്ല. ഒരു പെൺ പോലീസൊക്കെ ഉണ്ടോ? അടിപൊളി. ഇതിന്റെ സർട്ടിഫിക്കറ്റ് UA 13+ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ? അത് അത്യാവശ്യം വയലൻസ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് 13 കുട്ടികൾക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് അല്ല, കുട്ടികൾക്ക് 13+, കൊച്ചുകുട്ടികൾക്ക് 13+ മേലുള്ള കാണാം. അത്യാവശ്യം കുറച്ച് വയലൻസ് ഉണ്ട്. ഇന്റർമിനേഷൻ അത്യാവശ്യം കുറച്ച് വയലൻസ് ഉണ്ട്. അതും സ്ത്രീകളുടെ വയലൻസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്റെ പേര് നിതാരാധ, തൃശ്ശൂരാണ് സ്വദേശം. കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്, കണ്ടിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ബിരിയാണിയിലില്ല. ബിരിയാണി ചെയ്ത സജിൻ സാറിന്റെ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വാഴയിലുണ്ട്, വാഴ നായകനും അബ്ദുൽ കലാമിന്റെ. പണിയില് ജോയിച്ചേട്ടന്റെ വീട്ടിലെ സെർവന്റ് ആയിട്ട്. പിന്നെ ജാനകി ജനയില് നവീനായ സിനിമ അനീഷ് ഉപാസന ഡയറക്ടർ, അതില് ജോണിയേട്ടന്റെ വൈഫായിട്ട്. പിന്നെ ഇപ്പൊ ജാഫർക്കയുടെ പെങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ, രണ്ടാമത്തെ സിനിമ ചേട്ടന്റെ കൂടെ ധ്യാനും ജാഫർക്കും മെയിൻ ചെയ്യുന്ന സിനിമയിൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ. പിന്നെ പാവാട ചെയ്ത മാതാൻ സാറിന്റെ പുതിയൊരു സിനിമ ഓട്ടംതുള്ളൽ, അതിന് നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. അതിനിടയിലാണ് ശ്രീകുമാർ, ഞാൻ ശ്രീന്നാണ് വിളിക്കാം. പുള്ളിയുടെ ആയിട്ടൊരു സിനിമയില് നല്ലൊരു വേഷം ചെയ്തേന്നു. അതിൽ അഭിസ്റ്റു ചേട്ടനും ഉണ്ടായിരുന്നു.
മിസ്റ്റർ ബംഗാളി എന്നാണ് ഫിലിമിന്റെ പേര്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ചെയ്ത ഡയറക്ഷൻ ക്യാമറയും ചെയ്ത ഈ ഒരു ഫിലിമില് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ എനിക്ക് വിളിച്ചു തന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയാ, നല്ലൊരു വില്ലത്തി തന്നെയാണ്. അതിന് പ്രേക്ഷകർ എങ്ങനെ എടുക്കും നമുക്ക് അറിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളെ പോലെയുള്ള എല്ലാവരുടെയും സപ്പോർട്ടും പോലെ ഇരിക്കും. ഇതിനെ എന്നെ വിളിച്ച ശ്രീയോട് എനിക്ക് അതുപോലെ പ്രൊഡ്യൂസറോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്തെങ്കിലും ചോദിക്കണ്ടോ? എന്നെ പറ്റി എനിക്ക് പറയാമോ? സുരേഷ് പറഞ്ഞ സ്ത്രീ ഓറിയന്റഡ് ഫിലിമാണോ? അങ്ങനെ തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം. കുഴപ്പമില്ല. അത്യാവശ്യം സ്ത്രീകൾ തന്നെയാണ് മുൻതൂക്കം നിൽക്കണത്. എന്താ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എന്തിന്റെ? എനിക്ക് ചോദിക്കാനുള്ളത് ഡയറക്ടറോടാണ്. ഗ്ലാമർ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കില്ല. ഡാർക്ക് ട്രാക്ക് ആണല്ലോ നമ്മുടെ ടൈറ്റിൽ. അപ്പൊ അങ്ങ് ഒരു ക്യാമറമാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആദ്യത്തെ സിനിമയാണെന്ന് മനസ്സിലാക്കും. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ട് ഡാർക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ക്രൗഡ് കണ്ടാൽ അറിയാം. നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള ക്രൗഡൊക്കെ ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, വലിയ സിനിമയും ചെറിയ സിനിമയും വരും. അപ്പം സുരേഷ് ചേട്ടനെ ഞാൻ കാണുന്നത് ആക്ഷൻ ഹീറോ വിജയനാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാളെ സെൻട്രൽ ക്യാരക്ടറായിട്ട് പ്ലീസ് അലോ മീ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ ഡാർക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഡയറക്ടറെ ഭാഗത്തുനിന്ന് 2 വാക്ക് കേട്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം. എന്താണ് ഡാർക്ക് ട്രാക്കിംഗ്? ഡാർക്ക് പറഞ്ഞ കേട്ട ഇരുട്ടിലെ ട്രാക്കിംഗ് നമുക്ക് പിന്തുടരുക, ന്യൂനമായ സംശയമായ ഇതെല്ലാമാണ് ഡാർക്ക് ട്രാക്കിങ്ങിന്റെ ടൈറ്റിൽ. പിന്നെ മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോ നോർമലി ഒരു ഓർഫനേജിലെ കുറച്ച് കുട്ടികൾ DGP പ്രിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്ന ഒരാളെ കാണാൻ ഈ പ്രിൻസ് ആണ് ആ കുട്ടികളെ നോക്കിക്കൊടുക്കുന്നത്. 6 മാസം കൊണ്ട് കുട്ടികളെ കാണാതെപ്പോഴാണ് ഈ കുട്ടികള് DGP മെയിൽ ചെയ്യുന്നത്. DGP ഇത് ഒരു SP ഏൽപ്പിക്കുന്നുണ്ട്. SP കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു DSP ജോസഫിനെ ഈ കേസ് കൈമാറുന്നു. ജോസഫ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സൈബർ സെൽ ഓഫീസർ രാമകൃഷ്ണൻ എന്നോട് രാഷ്ട്ര സുരക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്, സമീപിക്കുന്നുണ്ട് ഹെൽപ്പിന് വേണ്ടി. അയ്യോ ഈ രാമകൃഷ്ണൻ ഓൾറെഡി സസ്പെൻഡ് ആണ്. അതുകൊണ്ട് അടുത്ത ചോദ്യം സുരേഷ് ചേട്ടനോടാണ്. അതുകൊണ്ട് തീർച്ചയായും അപ്പൊ അത് ഡയറക്ടറോട് ക്യാപ്റ്റനോട് ചോദിച്ചിട്ടാണല്ലോ അടുത്ത ആളോട് ചോദിക്കാൻ. അതുകൊണ്ടാണ് ക്യാപ്റ്റനോട് ആദ്യം ചോദിച്ചത്. അപ്പൊ സുരേഷ് ചേട്ടന് ഫോൺ കൊടുക്കാം. എനിക്ക് ഫോൺ വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. നമ്മുടെ മീഡിയ പേഴ്സൺ ഈ ആക്ഷൻ ഹീറോയ്ക്ക് ശേഷം അങ്ങയുടെ മുന്നിലേക്ക് എത്തുന്ന ഗൗരവമുള്ളൊരു കഥാപാത്രമാണ് ഇത്, ഡാർക്ക് ട്രാക്കിങ്ങിലൂടെ. ആ കഥാപാത്രത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ആക്ഷൻ ഹീറോ വിജയിലുള്ളത് ഒരു ഗൗരവതരമായ വേഷമല്ല. അതിനുശേഷം ഗൗരവം ചോദ്യം മനസ്സിലായില്ല. മനസ്സിലായിട്ട് പറയണേ, ആക്ഷൻ ഹീറോ വിജയിലുള്ളത് പോലെ ഗൗരവതരമായ വേഷമാണല്ലോ ഇത് എന്നല്ലേ ചോദിച്ചത്. അങ്ങനെ ആക്ഷൻ ഹീറോ വിജയിലുള്ളത് ഒരു ഗൗരവതരമായ വേഷമല്ല, ഒരു കോമഡി പോലത്തെ ഉള്ളത്. ഇത് പക്ഷെ അങ്ങനല്ല. അതായത് ഒരു കേസ് അന്വേഷണത്തിന്റെ നിർണായകമായ ഒരു വഴിത്തിരിവിൽ ഈ കഥാപാത്രത്തിന്റെ ഇടപെടലാണ് ആ കഥാഗതിയെ മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പോൾ ഇവിടെ തുറന്നു പോകാൻ പറ്റില്ല. ഡയറക്ടറാണ്. നോർമലി നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഒരു സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് പോസിറ്റീവ് ഉള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്, നെഗറ്റീവ് ഉള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ
ഒരു നെഗറ്റീവ് ഓറിയന്റഡ് സൈഡ് കാണിക്കുന്ന സമയത്ത് പ്രേക്ഷകന് സ്വീകരിക്കുക, അല്ലെങ്കിൽ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള അതുവരെ കണ്ടിട്ടില്ലാത്ത ലെവലിലുള്ള ഒരു കഥാപാത്രം ആണെങ്കിൽ ഓഡിയൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതേപോലെ നെഗറ്റീവ് അത്രയും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡാർക്ക് സൈഡിൽ തന്നെ ചെയ്യാമെന്നൊരു തോട്ട് വരാൻ കാരണം? എല്ലാ നെഗറ്റീവ് ക്യാരക്ടറിലൊക്കെ ഇത് വരുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു 3-4 പേര് നെഗറ്റീവ് ക്യാരക്ടർ, നല്ല ക്യാരക്ടർ. പക്ഷെ ചില സിറ്റുവേഷനിൽ ഈ കഥയുമായി പോകുമ്പോൾ പല ഫീമെയിലും നെഗറ്റീവ് ക്യാരക്ടേഴ്സിൽ പോകുന്നുണ്ട്. പക്ഷെ അത് തിരിച്ച് വരുന്നുണ്ട്. അല്ല, അത് ചെയ്യാനുള്ളൊരു റീസൺ ആണ് ഞാൻ ചോദിച്ചത്. കാരണം വെച്ചാൽ ഇപ്പൊ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇത് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പല സിനിമകൾ അങ്ങനെ ഇറങ്ങിയ സമയത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. അത്രയും കുറച്ച് ഓക്കെ വയലൻസ് അത്യാവശ്യമുണ്ട്. നമുക്ക് പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകൾ പ്രശ്നമാണ്, എല്ലാ സ്ത്രീകളും പ്രശ്നമല്ല. പുരുഷന്മാരും പ്രശ്നമല്ല, അല്ല പുരുഷന്മാരും ഉണ്ട് ഇവിടെ. ഒരു 100% കുറ്റാന്വേഷണ കഥയാണ്. ആണ്. അപ്പൊ അതില് സുരേഷ് ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രം പോലീസിന്റെ വേഷമാണോ? അല്ല, ഈ എന്താണ് സൈബർ പോലീസാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സൈബർ പോലീസായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിരുന്ന അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു അനുഭവത്തിന്, കാരണം സൈബർ എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ ടെക്നോളജികളൊക്കെ വന്നതിന് ശേഷം കുറച്ച് ആധുനീകരിച്ച ഒരു പോലീസിന്റെ ഒരു ശൃംഖലയാണ് എന്ന് ഞാൻ ചോദിക്കാം. സാർ, ഞാൻ സിനിമാക്കാരനല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സിനിമ ഇവിടെ സിനിമ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്റെ ചോദ്യം, ഞാൻ ഒരു ആക്ടറോടാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരു തയ്യാറെടുപ്പ് ഇത് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുന്നവരോട് ആക്ഷൻ ഹീറോ ബിജു സിനിമ കാണിക്കുമ്പോൾ അതെ, ഹലോ പ്ലീസ്, ഞാൻ ആക്ഷൻ ഹീറോ സിനിമ എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതെ, എനിക്ക് ഞാൻ ഒരു തയ്യാറെടുപ്പ് എടുത്തിട്ടില്ല. ഞാൻ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ എനിക്കറിയില്ല. ശരിക്കും മൊബൈൽ ഫോൺ തന്നെ കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഡയറക്ടർ പറഞ്ഞത് സുരേഷ് അത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു മലയാള സംഭവം ഞാൻ അന്ന് പറയാൻ സമയം പ്ലീസ്. ഓക്കെ, ആ കുടിയെ അറസ്റ്റ് ചെയ്യുന്ന സീനുണ്ടല്ലോ, ഇയാളുടെ റോഡിൽ നിന്ന് മുൻതൂക്കി കാണിക്കുന്ന സമയം കാര്യങ്ങൾ. അപ്പോൾ ഓരോ ടാഗ് കഴിയുമ്പോഴും ഞാൻ പോലും മനസ്സിൻ്റെ അവിടെ റോഡാണ്, ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സൗകര്യം കുറവാണ്. ഒരു മനസ്സിൻ്റെ മറവിലാണല്ലോ. ആ മനസ്സിൻ്റെ മറവിലേക്ക് ചേർന്നിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വന്നവരും ഷൂട്ടിങ് കാണാൻ വന്നവരൊക്കെ ഓടി എൻ്റെ അടുത്ത് വരും. അവർ മൂക്കോട്ട് മണം പിടിക്കുക, ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ, ചിലവർ അടിച്ചിട്ടുണ്ടോ. ഞാൻ അടിച്ചിട്ടില്ല, പറയാൻ വിശ്വാസം വരാതെ അവർ മണപ്പിച്ചു. ഇപ്പോഴും ഇന്നും കൂടെ ഒരു ആ കുട്ടി പറഞ്ഞു നല്ലത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കുട്ടി അവിടെ അതിന്റെ ക്രെഡിറ്റ് അതിന്റെ ഡയറക്ടർക്കാണ്. ഗബ്രിയേൽ സയൻസ് സാറ് എനിക്ക് കാണിച്ചു തന്നത് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിന് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ ശ്രീമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു. അല്ല, ഒരു തയ്യാറെടുപ്പില്ല. കമ്പ്യൂട്ടറെ കുറിച്ച് എനിക്ക് ഒരു അറിവും അറിയില്ല. ശരിക്കും കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പോലും എനിക്കറിയില്ല. എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒന്ന്, ഞാൻ ചോദിച്ച ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ താങ്കളെ കാണുന്നത്. ഓക്കെ, അതിനുശേഷം ഈ സിനിമയിലെ ഡയറക്ടറുമായി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, അഷ്ട സുരേഷ് സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, അപ്പോ ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അങ്ങനെയാണ് സാർ? പ്ലീസ് പറഞ്ഞോട്ടെ. അപ്പോ ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം, ആ ഒരു വ്യത്യസ്ത റോളിൽ നിന്ന് ഇങ്ങനെ ഒരു ഗൗരവകരമായ റോള്, താങ്കൾ പറഞ്ഞ ഒരു സൈബർ ഓഫീസറായിട്ട് റോള് ചെയ്യുമ്പോൾ അങ്ങനെയുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്.
ഇല്ല, ഡയറക്ടർ പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒരു എക്സ്പീരിയൻസ് അല്ലാണ്ട് നിങ്ങളോട് വേറെ രീതിയിൽ ചോദ്യമല്ല ചോദിച്ചേ. അല്ല, എനിക്ക് വേറെ അങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് പറഞ്ഞ പിന്നെ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ ലാപ്ടോപ്പിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മള് ഇവിടുന്ന് സുരാജ് ചെയ്തിട്ടുള്ള സിനിമകൾ നമുക്കറിയാം. പല കോമഡിയന്മാരും അല്ലാത്തവരൊക്കെ വന്നിട്ട് ഗൗരവമുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങേപ്പോലെ ഒരാള് ഇത്രയും ഗൗരവമുള്ള ഒരു ഓഫീസർ വേഷം ചെയ്യുമ്പോൾ അങ്ങയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ ക്രൂവിൽ നിന്നാണ് എന്റെ ചോദ്യം. അത് വളരെ വളരെ ഡയറക്റ്റാണ്. ഞാനത് പുള്ളിക്ക് എന്താണ് ഇതിൽ ആവശ്യമുള്ളത് ഞാൻ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ക്യാമറയുടെ മുന്നിൽ മാത്രമേ നമുക്ക് പറ്റും. ക്യാമറ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഒന്നിനും പറ്റും. ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് അത് ഓൺ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. ഡയറക്ടർക്ക് എന്താണ് ആവശ്യം ഞാൻ ഞങ്ങൾ മാത്രമേ പറ്റാത്തുള്ളൂ. അങ്ങോട്ടൊക്കെ നായികയൊക്കെ ഹീറോയിനോടാണ് നോർമലി പോസ്റ്റർ കാണുന്ന സമയത്ത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫസ്റ്റ് ഒരു ത്രില്ലറിന് മുമ്പുള്ള അതിന് മുകളിലായിട്ട് ഒരു ഹൊറർ ഫീലിംഗ് ഉള്ള ഒരു പോസ്റ്റർ പോലെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്യുക? എന്താണ് കഥാപാത്രം, എന്താണ് എത്ര ഡെപ്ത് ഉണ്ട്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെൻസി, തൃശ്ശൂരിൽ വരുന്നു. ഇതിൽ പോസ്റ്റർ കാണിക്കുന്ന പോലെ ഹൊറർ അങ്ങനെയല്ല, നമുക്കൊരു കൺഫ്യൂഷൻ ഒരു സ്റ്റേജിൽ വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പോയി കാണാം. നല്ല ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചതാണ്. പിന്നെ എല്ലാ കുറെ ഫ്രഷേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ത്രില്ലറാണ്. അപ്പോ സാർ പറഞ്ഞ പോലെ തന്നെ വുമൻസും ഇതിൽ നന്നായി കേന്ദ്രമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നോർമലി നമ്മൾ ഒരു ഇപ്പം ആക്ടിങ് ആണ് പാഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട്. അപ്പം സിനിമയിൽ കയറാൻ എളുപ്പമാണ്, സിനിമയിൽ നിലനിൽക്കാൻ പാടാണെന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു സ്ട്രഗിൾ ചെറുതല്ലേ. ഇപ്പൊ ഒരു കഥാപാത്രം കിട്ടിയ കഥാപാത്രം പ്രേക്ഷകരിൽ എത്തിക്കുക, കഥാപാത്രം നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. അപ്പം ഇതിലെ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഒരു പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇത് ആക്ച്വലി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നത് വെച്ചിട്ട് നമ്മള് കുറെ ഫിലിംസ് ഒക്കെ കാണുന്ന ആൾക്കാരാണ്. പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചും ഒരു വെറൈറ്റി ഒരു സ്റ്റോറി ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നന്നായിട്ട് നമുക്ക് ഓരോരുത്തർക്കും റിലേറ്റഡ് ആവുന്ന രീതി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പല രീതിയിലും പല വുമൻസും അതില് ഇതുപോലെ കുറെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആർക്കും അത് അറിയില്ല. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. പക്ഷെ പബ്ലിക്കായിട്ട് നമുക്ക് അങ്ങനെ എല്ലാവരും ഫാമിലിയിൽ വരുന്ന ഒരു സ്റ്റോറിയാണെന്ന് പറയാനുണ്ട്. ഒരു ഇമാജിനറി ഫിക്ഷൻ ആണോ? ഒരു ഇമാജിനറി ഫിക്ഷൻ ആണോ? അങ്ങനെയല്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ചെയ്ത കഥാപാത്രം എത്രത്തോളം ക്ലോസ്ലി ആണ്? സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായിക പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്താ ഫ്രഷേഴ്സ് ആണ്. ഒരു മൂവി എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞൊക്കെ പുറത്തുള്ളവർക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സാധനമാണ്. ഇതിനുള്ളിൽ കയറി പറ്റുകയെന്ന് പറഞ്ഞാലും പാടാണ്, അതിനേക്കാളും പാടാണ് ഇതിൽ നിലനിൽക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആക്ച്വലി എനിക്ക് ഈ മൂവിയിൽ എത്തിപ്പെടാൻ പറ്റിയത്. ഒരു ഫ്രണ്ട് എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ആക്ച്വലി ഞാൻ വരേണ്ട റോൾ അല്ലായിരുന്നു ഇത്. എനിക്ക് സജസ്റ്റ് ചെയ്ത റോള് വേറെ ആയിരുന്നു. പക്ഷെ വന്ന് ഓഡീഷൻസ് നടന്നു. ഒരു ദിവസം ഫുള്ള് സ്ക്രിപ്റ്റ്സ് ഒക്കെ വായിപ്പിച്ച്, കാരണം നമ്മൾ ഫ്രഷേഴ്സ് ആണല്ലോ, എത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഈ റോളിലേക്ക് വന്നത്. അത് ആക്ച്വലി നമ്മുടെ ഹീറോന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫീമെയിൽ ഫ്രണ്ടാണ്. അപ്പം നോർമലി പറയുവാണെങ്കിൽ ഒരു നല്ല ക്യാരക്ടറാണ്. ഓൾസോ ബോട്ട് മൂവി ഉണ്ട്. പ്രഷർ എന്ന നിലയ്ക്ക് നമുക്കറിയാവുന്ന രീതിയിൽ ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും പറഞ്ഞതനുസരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിനയമാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് കാണുന്നവരൊക്കെ അറിയത്തുള്ളൂ. കാരണം നമ്മളും ഇതിന്റെ ഔട്ട്സ് കണ്ടിട്ടില്ല ആക്ച്വലി. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ഹീറോയിഡാണ്. താങ്കളിൽ നിന്നാണ് കഥ ഫുള്ള് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനൊരു കഥ ഹീറോയില്ലേ? അപ്പം താങ്കളിൽ നിന്നാണ് കഥയിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാകുന്നത്. തുടക്കം കൊടുക്കുക ഇവിടുന്ന് ഒരു പോയിന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രത്തോളം ഓഡിയൻസിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എന്റെ കഥാപാത്രത്തെ
ചെയ്യുമ്പോൾ കഥ കേൾക്കുന്ന കൊണ്ടൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കഥാപാത്രം എത്രത്തോളം ഓഡിയൻസിന് കണക്ട് ആവും? കഥാപാത്രം ഓഡിയൻസിന് നല്ല രീതിയിൽ തന്നെ കണക്ട് ആവും. കാര്യം അത് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളുണ്ടാവും. പിന്നെ എനിക്ക് വന്നിരിക്കുന്ന പ്രഷറിൽ പകുതി പ്രഷർ എനിക്ക് ഡയറക്ടറിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കഥയില് ഈ ഫുള്ളി സ്റ്റോറി എടുക്കുമ്പോൾ എന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ എന്റെ സീനുകൾ വരുന്നത് കുറവാണ്. പക്ഷെ A-Z തുടക്കം മുതൽ കൊടുക്കുന്നത് ഞാൻ ഉണ്ട്. അത് ആ ഒരു പ്രഷർ എടുക്കുന്നത് ഡയറക്ടർ തന്നെയാണ്, ഞാനല്ല. എനിക്കുള്ള സീനിന്റെ പ്രഷർ മാത്രം എനിക്ക് എടുത്താൽ മതി. അത് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഹലോ, എൻ്റെ പേര് ജിയാസ് എന്നാണ്. ഞാൻ ചെന്നൈശ്ശേരിയാണ് സ്ഥലം. സിനിമയ്ക്ക് വേണ്ടി ഇപ്പം എറണാകുളം സെറ്റിലായിരിക്കുന്നു. ഞാൻ സീരിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പം 2025 കുറച്ച് മൂവീസ് ചെയ്തിരുന്നു. സീരിയലിൽ കൂടുതലും ഒരു 5 സീരിയൽ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ശ്രീകുമാർ സാറാണ് എനിക്ക് ഇതിലൊരു അത്യാവശ്യം നല്ലൊരു വേഷം തന്നത്. പിന്നെ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയത് ഇതിന്റെ ഫൈറ്റ് സീനാണ്. ഫൈറ്റ് സീൻ എടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒറിജിനലായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറെ ലീഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്തെങ്കിലും കൊണ്ടൊക്കെ ഈ തല്ലുന്ന സീൻ വരുമ്പോൾ ശരിക്കും സിനിമയില് പ്ലസ് ടു പാരൻസ് വെച്ചിട്ടൊക്കെയാണ് അടിയിട്ടുന്നത്. ശരിക്കും ഞങ്ങളുടെയൊക്കെ എന്താ പറയുക, ഞങ്ങളൊക്കെ ശരിക്കും കഷ്ടപ്പെടുത്തി തന്നെ പറയാൻ അറിഞ്ഞ് ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ മുഖത്തിന് ഇടി കിട്ടിയിട്ടുണ്ട്, മുഖത്തിന് ഇടി കിട്ടിയിട്ടുണ്ട്. ഇടിയുടെ കാര്യത്തിൽ ഒരു ശരിക്കും ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ്. അതിനകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ തല്ലുന്ന സീനാണേലും എല്ലാം അതിൻ്റെതായിട്ടുള്ള ശരിക്കുമുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് അടി കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഫിലിമിന്റെ സംഗീത സംവിധായകനാണ്. 2 പാട്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ പേര് സന്തോഷ് ഗോപാൽ എന്ന്. എന്നോട് ഇതിന്റെ സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാതാവും കൂടി ഇതിന്റെ കഥ ഏകദേശം പറഞ്ഞിട്ട് ആ തരത്തിൽ നമുക്കൊരു ഗാനം ചെയ്യണം എന്നോട് പറയുകയുണ്ടായി. അത് പ്രകാരം ഞാൻ പാട്ടുകൾ സാറിനെയും പ്രൊഡ്യൂസറെയൊക്കെ കേൾപ്പിച്ചു. അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു പ്രൊമോഷനും കൂടി വേണമെന്ന് പറഞ്ഞു. അതും ഞാൻ ചെയ്തു. പെട്ടെന്നുള്ള സമയം അധികം എടുക്കാൻ പാടില്ല, പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഒരു മനോഹരമായൊരു സിനിമയിൽ ഒരുപക്ഷെ ഒരു ബിഗ് സ്ക്രീനിൽ എനിക്ക് ആദ്യമായി ചെയ്യുവാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിനോട് നന്ദി. നമ്മുടെ സംവിധായകനും ശ്രീ പ്രൊഡ്യൂസർ കൂടിയ അദ്ദേഹത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. നല്ല വരികളാണ് കിട്ടിയത്. ഒരു ഡ്യൂറ്റ് സോങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊമോ സോങ്ങുമാണ് അതിനകത്തുള്ളത്. നല്ല വരികൾ കിട്ടിയപ്പോൾ നമുക്ക് നന്നായി ചെയ്യുവാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മറ്റുള്ള ജനങ്ങളാണ്. അവർ കേട്ട് അത് കൊള്ളാമെന്ന് അവർ അതിനെ ജഡ്ജ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും അത് മുന്നോട്ട് പോകാൻ പറ്റൂ. മാത്രമല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനം ഡ്യൂറ്റ് സോങ്ങില്ലെങ്കിൽ ഇത് പാടുവാനുള്ള ഭാഗ്യവും കിട്ടി. ഒരുപക്ഷെ എൻ്റെ സംഗീത യാത്രയിൽ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിൽ ഞാൻ പാടുവാനുള്ളൊരു സാഹചര്യം കിട്ടിയത്. അത് വലിയൊരു ഗുരുത്വമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അത് നമുക്കുള്ള ഈ ജീവിതത്തിനിടയിൽ ഒരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് സിനിമ. അതിലൂടെ മാത്രമേ നമുക്കത് കഴിവുണ്ടോ ഇല്ലയോ എന്നതിലല്ല കാരണം, അതിലെത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്. ആ റിസ്ക് നമ്മൾ തരണം ചെയ്തു പോയെങ്കിൽ മാത്രമേ നമുക്കത് അതിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ ആ റിസ്ക് പെട്ടെന്ന് കിട്ടാൻ കാരണം ഈ ഒരു കൂട്ടായ്മയാണ്. ഈ സംവിധായകനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെയും ഒരു നല്ല മനസ്സിനെ ഞാൻ
അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ഗാനം കൂടി പാടുവാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരുപാട് സംഗീതങ്ങൾ ഗാനങ്ങൾ ഞാൻ സംഗീതം നൽകിയിട്ടുണ്ട്. ഡിവോഷണലായാലും ശരി, ആൽബങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എം.ജി. സുകുമാർ, അതുപോലെ തന്നെ സുദീപ് സാറ്, പന്തളം ബാലൻ, അതുപോലെ തന്നെ ദിലീപ, മാർക്കോസ്, അങ്ങനെ ഒരുപാട് ഗായകരെ വെച്ച് എനിക്ക് അത് സംഗീതം നൽകി അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പരിചയപ്പെടുത്തുന്ന നല്ലൊരു ഗായിക കൂടിയുണ്ട്. നിഷ, ഡോക്ടറാണ്, ഡോക്ടർ നിഷ രാമകൃഷ്ണൻ. നല്ല ശബ്ദമാണ്, നന്നായി പാടിയിട്ടുണ്ടാകുന്ന എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല, നന്നായി പാടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇതിനുവേണ്ടി ഞങ്ങളെ ഈ ഒരു ഇതിന് വഴിയൊരുക്കി തന്ന പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ സംവിധായകനും ഇതിനെ പറ്റുള്ള നടിനർമാർക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല എൻ്റെ പ്രതീക്ഷ ഞാൻ കണ്ടതാണ്. വളരെ മനോഹരമായ ഒരു ഫിലിം തന്നെയാണ്. അതിൻ്റെ പാട്ട് സീനൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ വളരെ മനോഹരമായിട്ട് അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ കഥാപാത്രവും അതിൻ്റെ തിരക്കഥയുമാണ്, അതിൻ്റെ സംവിധാനവുമാണ്. നമ്മൾ ഏതെങ്കിലും വലിയ സ്റ്റാറുകളെ വെച്ച് ചെയ്തിരുന്നു, അതൊന്നും ഒരു കാരണവുമില്ല. അതിൻ്റെ തിരക്കഥയിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിൽ ആ പടത്തിന് യാതൊരു വിലയുമില്ല. പക്ഷേ ആ തിരക്കഥ ശക്തമാണെങ്കിൽ സിനിമ വിജയിച്ചിരിക്കും, അത് കാണാൻ ആസ്വാദകരുണ്ട്. അത്തരത്തിൽ മനോഹരമായിട്ടൊരു സിനിമ തന്നെയാണ് ഡാർട്ട് ആർക്കി. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഈ സിനിമ കാണണം, ഈ സിനിമയെ അംഗീകരിക്കണം, ഈ സിനിമയിലുള്ള ഗാനങ്ങളെ അംഗീകരിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ ഗാനങ്ങൾ എഴുതിയ ശ്രീ വിനോദ് കൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീ ജീവൻ അവർക്കൊക്കെ ഞങ്ങളുടെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു പുതുമുഖ ഗായികയാണ്. അപ്പം സ്റ്റുഡിയോയിലൊക്കെ കയറി പാടാനുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. അപ്പം അത് പാട്ടിലൂടെ എല്ലാവരിലേക്ക് അത് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഏതാണ് പ്രൊഫഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പാട്ടാണോ അതോ ഡോക്ടർ? രണ്ടും കൊണ്ടുപോകണമെന്നാണ്. രണ്ടും എൻ്റെ പാഷനാണ്. ഡോക്ടറായിട്ട് പാടാറ്. ഈ ഒരു നല്ലൊരു പാട്ടുകാരനെയാണ് നമുക്ക് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന സുരേഷ്. അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. അതെ, ഞാൻ പാടാൻ പോയതാ. അല്ല പറയണ, ഞാൻ പാടാൻ പോയതാ. മൈക്കിൽ പാട്ട് അല്ല, അതിനെ കുറിച്ച് ഞാനും ആലോചിച്ചു. ഇപ്പോൾ പാടിക്കൊണ്ടാണ് അനുസൃതമായിട്ടൊരു ഗാനം ഉണ്ടായിരുന്നെങ്കിൽ പഠിപ്പിക്കാമായിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞുപോയല്ലോ. പിന്നെ നിഷാ രാമകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ശബ്ദമാണ്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ഒരു പുതിയ ഗായിക വന്ന് പാടുന്ന തലത്തിൽ എനിക്ക് തോന്നിയത്. സ്റ്റുഡിയോയിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി എടുക്കാൻ കഴിയുന്നത് വളരെ സന്തോഷം. അല്ല, ഒരു പാട്ട് സുരേഷ് കൊണ്ട് ഒരു പാട്ട്
ഒരു പാട്ട് പാടി. ഞാൻ 8-ാം തീയതി ട്രിവാൻഡ്രം ദ്വീപിൽ ഗവൺമെന്റിൽ കയറിയത്. സത്യം ഒരാഴ്ച അവിടെ കിടന്നു. അപ്പോൾ 10-15 ദിവസത്തെ ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ശ്രീകുമാർ നല്ലൊരു സുഹൃത്താണ്. എൻ്റെ പ്രൊഡ്യൂസർ പാവപ്പെട്ട പ്രൊഡ്യൂസർ. അതുകൊണ്ട് ഞാൻ 7.5 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതാണ് വണ്ടിയിൽ കാറിൽ. ഞാൻ ട്രെയിനിലാണെങ്കിൽ നമുക്ക് കിടക്കാൻ 3 മണിക്കൂർ സമയം കിട്ടും. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 3 മണിക്കൂർ. അതിപ്പോൾ കിടക്കാതെ വന്നിട്ട് നടന്ന് നിർത്താൻ പറ്റുന്ന റൂമിൽ ചെന്നപ്പോൾ 2 ബെഡിലും മറ്റേ മാക്സിയും പാവാടയൊക്കെ അടിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ദേശത്തിൽ പോകാൻ വേണ്ടി നിന്നത് സത്യം. ഇവർ റൂം എടുക്കാൻ പോകും. റൂം എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ റൂം ഫുള്ളാണ്. അവരുടെ ദേഷ്യമില്ല. ഞാൻ പതിവരെ പോയതാണ്. പിന്നെ യാത്ര ചെയ്ത് വന്നുകൊണ്ട് ഞാൻ വന്നത്. അപ്പോൾ പാടാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കഴിവുന്ന രീതിയിൽ ഞാൻ പാടാം. ഇടയ്ക്ക് വിട്ടുപോയതെന്ന് പറയും. ട്രാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസറോട് ചോദ്യമുണ്ട്. ഞാൻ സിനിമയിൽ കോടികളൊന്നും ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്.
മലയാള സിനിമയിൽ ഒരുപാട് പടങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇറങ്ങി പോകുന്നുണ്ട്. ചിലത് വിജയിക്കുന്നുണ്ട്, പലതും വിജയിക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മളൊരു സിനിമ വെള്ളിയാഴ്ച സിനിമ ഇറങ്ങി. അപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആ സിനിമ പോസ്റ്ററിൽ ഒരു 8 തിയേറ്ററിന്റെ പേര് കാണും അല്ലേ? ആണല്ലോ, ഒന്നിലായിട്ട് ഫോട്ടോയും കാണും. അപ്പൊ നമ്മളെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ളവരോ ഒക്കെ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് മാറ്റിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഷോ മാറ്റിയില്ല സിനിമ. അതൊന്നും 100 ഷോ കഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഫസ്റ്റോ സെക്കൻഡൊക്കെ പോകും. അങ്ങനെ വരുമ്പോൾ തിയേറ്ററിൽ ആളെ കിട്ടുന്നില്ലാന്ന് പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും നിങ്ങൾ വീഡിയോസ് കൂടെ ഈ തിയേറ്ററുകാരെ കണ്ട് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അതിലെങ്കിലും ആ ഷോയുടെ ടൈമെങ്കിലും പോസ്റ്ററിൽ എഴുതി ഒട്ടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ പറയും ഈ ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകളുണ്ട്, അതിൽ ബുക്ക് ചെയ്യുക. അത് അങ്ങനെ ആ ആപ്പുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ അത് അറിയാൻ പറ്റും. സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇതിനൊരു ദിവസം നിങ്ങൾ വീഡിയോസ് ഉണ്ടാക്കിയിട്ടു. ഇങ്ങനെ സിനിമകൾ എല്ലാം വെള്ളിയാഴ്ച ഇതുപോലെ ഒരു പടം എന്ത് ധൈര്യത്തിലാണ് എടുത്തത്? ഞാൻ ഒരു BSSCയിൽ ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിട്ട് കഴിഞ്ഞ ഏപ്രിലാണ് റിട്ടയർ ആയാണ്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പണ്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയോട് ഭയങ്കര പാഷനുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഒന്നും നോക്കിയില്ല, നമുക്ക് എങ്ങനെയും ചെയ്യാം, സിനിമ ചെയ്യാം, കുഴപ്പമില്ല, എന്ത് വരട്ടെ എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടല്ല തുടങ്ങി. അതൊന്നും എനിക്കറിയില്ല. ഹസ്ബൻഡാണ് എല്ലാം ചെയ്തത്. ഞാൻ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. അവരെയൊക്കെ കാണാനുണ്ട്. അവര് പൈസ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല സിനിമകൾ എപ്പോഴും മലയാളികൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു നല്ല സിനിമയാണ്, തീർച്ചയായും വിജയിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. തീർച്ചയായും വലിയൊരു വിജയം ആവട്ടെ. ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ടും എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ വിജയിപ്പിക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത് ഭയങ്കര വയലൻസ് ഉള്ള സിനിമയാണെന്നാണ് പറയുന്നത്. ചേട്ടന്റെ ആക്ഷനും പിന്നെ വയലൻസും കാരണം സെൻസർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡയറക്ടർ അറിവ് പറഞ്ഞാൽ മതി. വളരെ വയലൻസ് ആണ്. ഭയങ്കര വയലൻസ് ഒന്നുമില്ല, അത്യാവശ്യം വയലൻസ് ഉണ്ട്. ഒറിജിനലി കസേരകൾ പിടിച്ചു, അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടി വന്നു. ആ സാഹചര്യം ഉണ്ടാക്കിയ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അതല്ല, ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ആ സാഹചര്യം ഉണ്ടാക്കിയോണ്ടാണ് പലരും ടേക്ക് പേരുണ്ട്. നേരിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. 22 ടേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ വേറെ ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് അടിക്കാൻ പറ്റില്ല. ബുദ്ധിപരമായിട്ടൊന്നും ഈ മൂവി സ്റ്റോപ്പ് ആവുന്ന ഒരു ലെവലിൽ എത്തിയായിരുന്നു. അപ്പോൾ നമ്മളതിൽ പലരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു, എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു, പലരും മാറിപ്പോയി. അങ്ങനെ ഒരു 10 ദിവസം ഷൂട്ട് ചെയ്തതിനു ശേഷം സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എന്റെ പ്രൊഡ്യൂസർ എന്റെ കൂടെ സാറേ എന്റെ കാശ് പോയി അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ നമുക്ക് പുറത്തു കൊണ്ടുവരണം, എന്തായാലും നമുക്ക് ഇത് ചെയ്യാം എന്ന് എന്റെ കൂടെ നിന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഈ സ്റ്റേജ് ഉണ്ടാവില്ല. സ്റ്റേജ് ഉണ്ടാവും, ഈ നമ്മള് അങ്ങനൊരു വേദിയിലിരിക്കത്തില്ല. പിന്നെ നമ്മൾ ആനത്തോരണി കോസ്റ്റ്യൂമർ എല്ലാവരും എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ അടിപൊളി, കോതി, പത്തനംതിട്ട, ശാസ്താംകോട്ട, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ.
താങ്ക് യു. യോഗം